ഹായ്, എൻ്റെ പേര് ഫസ്ന. ഞാൻ ബികോം ഫിനാൻസ് ടാക്സേഷൻ ഗ്രാജുവേറ്റ് ആണ്. അത് കഴിഞ്ഞ് 2 വർഷം എനിക്കൊരു ബ്രേക്ക് എടുക്കേണ്ടി വന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ എൻട്രിയിലേക്ക് വരുന്നത്. ഞാൻ ഫസ്റ്റ് കോഴ്സിൽ ജോയിൻ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു ബികോം ഗ്രാജുവേറ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഫിനാൻസിൻ്റെ ഇതിലാണ് ഞാൻ വന്നേക്കുന്നതെങ്കിലും പക്ഷേ ആ ഒരു ഗ്യാപ്പിലൂടെ തന്നെ പകുതിയോളം കൂടുതൽ കാര്യങ്ങൾ മറന്നു. അതുകൂടെ മാത്രമല്ല, ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഓരോ ഇയർ കഴിയുന്തോറും അപ്ഡേറ്റഡ് ആവുകയാണ് ഓരോ സിസ്റ്റംസും. ഇപ്പം അക്കൗണ്ട്സിൽ തന്നെ ഇപ്പോൾ ഈ ഒരു ഇയർ നടക്കുന്നാലും അടുത്ത ഇയർ സംഭവിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് അപ്ഡേഷൻസ് ഒന്നും എൻ്റെ മൈൻഡിലില്ല. ഇപ്പം ഞാൻ അന്ന് പഠിച്ച കാര്യങ്ങളാണ് ഇപ്പോഴും എൻ്റെ മൈൻഡിലായിട്ടുള്ളത്. പക്ഷെ അതിലൂടെ കുറച്ചും കൂടി ഇതാക്കാനായിട്ട് എൻട്രി ചെയ്യാൻ സാധിച്ചു. കാരണം ഇപ്പോൾ തന്നെ പ്രാക്ടിക്കൽ സെഷൻസ്, GSTയുടെ ഫയലിങ്സും അതെല്ലാം ഞാൻ ഫൈനൽ ഇയർ പഠിക്കുന്ന സമയത്താണ് GSTയുടെ ഇംപ്ലിമെൻറ്റേഷൻ തന്നെ വരുന്നത്. അപ്പോഴും കൂടുതലായിട്ട് GSTനെ പറ്റി ഒന്നും അറിയാത്ത ടൈമിലാണ് ഞാൻ ഗ്രാജുവേറ്റ് ആയിട്ട് ഇറങ്ങുന്നത്. പക്ഷേ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എൻട്രി ആപ്പിൻ്റെ ഇതുവഴി എനിക്ക് GST ഫയലിങ്ങും ITRും മറ്റ് ബാക്കി കാര്യങ്ങൾ പ്രാക്ടിക്കൽ സെഷൻസും കൂടെയും തിയറിയും, അതായത് ബേസിക് ആയിട്ടുള്ളൊരു കാര്യം ഇപ്പം ഞാൻ പഠിച്ച് വിട്ട കാര്യങ്ങളിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ളത് തൊട്ട് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലെവലിൽ വരെ എനിക്ക് പറഞ്ഞ് അവർ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തന്ന് എത്രത്തോളം ഡൗട്ട്സ് ഉണ്ട് അതെല്ലാം അവർ ക്ലിയർ ചെയ്ത് തരുന്നുണ്ട്. ഒരു ഇപ്പോൾ 24/7 അവർ മെൻറ്റേഴ്സ് നമ്മുടെ കൂടെ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഇൻ കേസ് ഇപ്പോൾ എനിക്കൊരു ഡൗട്ട് വന്ന് നമ്മൾ ഒരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ റിപ്ലൈ ആയിട്ട് വരും. അതായത് നമ്മുടെ ഡൗട്ട്സ് എന്തോരം ഉണ്ടോ അത് ക്ലിയർ ചെയ്ത് അത് കഴിഞ്ഞ് പിന്നീട് അവർ വിളിച്ചു ചോദിക്കുക അതിനെപ്പറ്റി എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടോ, മൈന്യൂട്ടായിട്ടുള്ള മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ പോലും അവർ പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ടായിരുന്നു. അങ്ങനെ അതുകൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞാൽ ഒരു ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. ബികോം ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് അല്ലാത്ത ഒരാൾ പോലും വന്നാൽ പോലും അത്രയും ഡീറ്റെയിൽഡായിട്ട് അത്രയും മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ പോലും പറഞ്ഞു തന്നു ഓൺലൈനായിട്ടാണെങ്കിലും ഓഫ്ലൈൻ ആയിട്ടാണെങ്കിലും നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ടായിരുന്നു അവർ. ഓൺലൈൻ പ്രാക്ടീസിന് എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈവായിട്ടാണ്, അതായത് നമ്മുടെ അടുത്ത് നിന്ന് ഒരാൾ ചെയ്യിക്കുന്ന പോലെ തന്നെയാണ് അവർ ലൈവായിട്ട് ചെയ്യിക്കുമ്പോഴും നമ്മുടെ കൂടെ, അതായത് എന്തെങ്കിലും ഒരു ചെറിയ കാര്യങ്ങൾ വന്നാൽ തന്നെ അവർ പറയും. അതുപോലെ തന്നെ അവർ നമുക്ക് മറ്റേതെന്നാ സപ്പോർട്ടുണ്ട് എപ്പോഴും ഫുൾ ടൈം. വാട്സപ്പിലാണെങ്കിലും നമുക്ക് മെസ്സേജ് അയച്ചാൽ മതി. ഇപ്പോൾ ഇൻ കേസ് ഇങ്ങനെ ഒരു ഡൗട്ട് വന്നു എന്ന് പറഞ്ഞാൽ മെസ്സേജ് അയച്ചാൽ അപ്പോൾ തന്നെ അവർ നമുക്ക് അതിന് റിക്കളക്ട് ചെയ്ത് അതിൻ്റെ ഇത് ഡീറ്റെയിൽസ് അവർ പറഞ്ഞുതരും. ഇന്നതുകൊണ്ടാണ് സംഭവിച്ചത്, അപ്പോൾ അതങ്ങനെ ചെയ്താൽ മതി. അതായത് നമ്മുടെ കൂടെ തന്നെ നിന്ന് നമ്മുടെ അടുത്ത് നിന്ന് പഠിപ്പിക്കുന്ന പോലെ തന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത്, ഇപ്പോൾ നമ്മൾ ഓഫ്ലൈനായിട്ട് ഇപ്പോൾ ഇപ്പോഴാണ് നമ്മൾ പഠിക്കാൻ സമ്മതിക്കുന്ന സമയം എന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോഴാണെങ്കിൽ പോലും നമ്മുടെ കൂടെ അവർ നിന്ന് നമ്മളെ ചെയ്യിച്ചു തരുന്നു. നമ്മുടെ കൂടെ നിന്ന് നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ടൈമിൽ നിന്ന് നമ്മളുടെ കൂടെ നിന്ന് ചെയ്യിച്ചു. അപ്പോൾ കുറച്ചുകൂടി ഓൺലൈനായിട്ടുള്ള ഇതാണ് എനിക്ക് ഹെൽപ്ഫുള്ളായിട്ട് തോന്നിയത്. പ്ലേസ്മെൻറ്റ് ടീംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ട് അവർ എഫേർട്ട് എടുത്തിട്ടാണ് ഞങ്ങളുടെ കൂടെ നിന്നത്. കാരണം ഒരാൾക്ക് പോലും പ്ലേസ്മെൻറ്റ് കിട്ടാതിരിക്കരുതെന്നുള്ള നിർബന്ധം ഉണ്ടായിരുന്നു. കാരണം ഓരോ മിനിറ്റിലും നമുക്ക് ഓരോരോ സ്ഥലങ്ങളിൽ നിന്നുള്ള ഡീറ്റെയിൽസ് അവർ അയച്ചു തരുന്നുണ്ടായിരുന്നു. ഓരോ ഇൻ്റർവ്യൂ സെഷൻസ് അത് പോയില്ലെങ്കിൽ തന്നെ അവരുടെ ഡീറ്റെയിൽസ്, അതായത് ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും അവർ നമുക്ക് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരുന്നു എല്ലാ കാര്യങ്ങളും. ഓരോ ദിവസം തന്നെ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 100ഓളം എങ്കിലും മെസ്സേജസ് അവർ വന്നിട്ടുണ്ടാവും. കാരണം ഓരോ സ്ഥലത്തെ പ്ലേസ്മെൻറ്റിനെ പറ്റിയിട്ടും നമുക്ക് പോകാൻ പറ്റിയ കൺവീനിയൻ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളെ പറ്റിയിട്ട് എല്ലാം അവർ നമുക്ക് അയച്ചു തരും. നമുക്ക് പറ്റും, അതായത് നമ്മളെ കുറച്ചും കൂടി എൻകറേജ് ചെയ്യായിരുന്നു. അവർ ആ പ്ലേസ്മെൻറ്റിന് വേണ്ടിയിട്ട് നല്ലവണ്ണം അവർ നമ്മളെ ഹെൽപ്ഫുള്ളായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും പറയുന്ന പോലെ തന്നെ ഓൺലൈൻ ആണെന്ന് പറയുമ്പോൾ നമുക്കൊരു പേടിയുണ്ടായിരുന്നു. കാരണം ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ, ഇതെങ്ങനെയായിരിക്കും ഇതിൻ്റെ രീതി എന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. അതിനെപ്പറ്റി എനിക്ക് യാതൊരു ഐഡിയ ഇല്ലാണ്ടാണ് ഞാൻ വന്നത് തന്നെ. പക്ഷേ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ചെയ്ത് തുടങ്ങിയപ്പോൾ എനിക്ക് ഉറപ്പായിരുന്നു ഓക്കെ ചെയ്യാൻ പറ്റും. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെ ബാക്കൗട്ടായി തുടങ്ങി. അത് കഴിഞ്ഞ് പിന്നെ അവരെ എൻകറേജ് ചെയ്ത് അവസാനം ഇപ്പോൾ ഞാൻ കംപ്ലീറ്റഡ് ആയപ്പോൾ എനിക്ക് പറ്റുമെന്നുള്ളൊരു ഉറപ്പ് വന്നു. ഇപ്പോൾ വേറൊരാൾ വന്ന് ചോദിച്ചാലും എനിക്ക് പോസിറ്റീവായിട്ട് പറയാനേ പറ്റത്തുള്ളൂ. കാരണം അത്രയും അവർ എന്നെ എഫേർട്ട് എടുത്ത് അത്രയും നന്നായിട്ട് നമ്മളെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യിച്ച് നമ്മളെ ശരിക്കും പറഞ്ഞ ഒരു സക്സസ്സിലേക്ക് അവർ ലീഡ് ചെയ്തു. നമ്മുടെ കൂടെ തന്നെ നിന്നിട്ട് നമ്മളെ സക്സസ്സിലേക്ക് ലീഡ് ചെയ്യുന്ന ഒരു രീതിയിലായിരുന്നു അവരുടെ പെർഫോമൻസ് എല്ലാവരും. പ്രത്യേകിച്ച് മെൻറ്റേഴ്സ്, കാരണം 24/7 മെൻറ്റേഴ്സ് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ഒരു വിധത്തിൽ ശാലിനി മാം, വീണ മാം, പിന്നെ എല്ലാവരും ഒരു വിധത്തിലുള്ള ഇതിൽ വന്നിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ പ്ലേസ്മെൻറ്റ് ടീമിലാണെങ്കിലും പറയണമെന്ന് വെച്ചാൽ അതുല്യ മാമൊക്കെ ഞങ്ങൾ ഓരോ ചെറിയ അതായത് നമ്മൾ റെസ്യൂമേഴ്സ് അയച്ചു കൊടുക്കുമ്പോൾ അതിൽ ചെറിയൊരു ഇതുണ്ടെങ്കിൽ തന്നെ നമ്മളെ വിളിച്ച് പറയും ഇന്നതല്ല ഇങ്ങനെയാണ്. അങ്ങനെ ദീപക് സാറൊക്കെ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് റെസ്യൂമേഴ്സ് കൊടുക്കുമ്പോൾ തന്നെ അങ്ങനെയല്ല, അതിൽ കുറേ ചേഞ്ചസ് വരുത്തണം, ഇങ്ങനെ ചേഞ്ച് ചെയ്യണം, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് നമ്മൾ ആ ഒരു കറക്റ്റായിട്ടുള്ള ഫോമിലേക്ക് ഞങ്ങൾ എത്തിച്ചു തന്നവർ. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ പ്ലേസ്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർ ശരിക്കും പറഞ്ഞാൽ ഇവരുടെ തന്നെ കഴിവാണ്. ഞങ്ങൾ നിന്നുള്ളൂ ഞങ്ങളുടെ കൂടെ, പക്ഷെ അവരാണ് കൂടുതൽ ഞങ്ങൾക്ക് വേണ്ടി എഫേർട്ട് എടുത്തത്. ഞങ്ങളേലും കൂടുതൽ ഒരുപാട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ചെയ്തതിനേലും കൂടുതൽ അവരാണ് ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളെ ചെയ്യിപ്പിക്കുകയും ചെയ്തു ഇവരെല്ലാവരും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ താങ്ക് യു സോ മച്ച്. എനിക്കെന്ന് പറഞ്ഞാൽ 2 പിള്ളേരുണ്ട്. അതിനകത്ത് ഒരാൾ ഇപ്പോൾ 2 വയസ്സ് കണ്ടോളൂ. ഇനി എനിക്ക് എൻ്റെ കരിയറിനെ പറ്റി ചിന്തിക്കാം. കാരണം നമ്മൾ അവർക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യുന്നത് ഓക്കെ, പക്ഷെ അതിൽ നമുക്കും കൂടി ഒരു ഫുൾ സാറ്റിസ്ഫാക്ഷൻ വേണം. ഇതിപ്പോൾ ഞാൻ അവർക്ക് വേണ്ടി ലൈഫ് സ്പോയിൽ ചെയ്തു എന്ന് നാളെ അവരും പറയരുത്, എനിക്കും തോന്നരുത്. ഇപ്പം എൻ്റെ മദർ ഒരു ഹൗസ് വൈഫാണ്. എൻ്റെ മദർ ഇപ്പോൾ പറയും ഞാൻ അന്ന് നിങ്ങൾക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്തുകൊണ്ട് ഇപ്പം എൻ്റെ കരിയറിൽ എനിക്കൊന്നും എത്താൻ പറ്റിയിട്ടില്ല. എൻ്റെ ഉമ്മ എപ്പോഴും എൻ്റെ അടുത്ത് പറയുന്ന കാര്യമാണ് ഞാനൊന്നും ആവാൻ പറ്റില്ല, എൻ്റെ മക്കൾ അങ്ങനെ ആവരുത്. അതെൻ്റെ മദറിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവർ പറയുന്ന കാര്യം. ഞാനൊരു ഹൗസ് വൈഫായിട്ട് നിന്നതുകൊണ്ട് എൻ്റെ മക്കൾക്ക്
അവർക്ക് ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങൾ ഇപ്പം ഞാൻ എൻ്റെ കല്യാണം കഴിഞ്ഞ് എനിക്ക് സിസ്റ്റർ ഉണ്ട്, അവളുടെ ഇപ്പോൾ ഡിഗ്രിക്ക് പഠിക്കുക അവൾ. ഇപ്പം എൻ്റെ ഉമ്മി ഫ്രീയാ, എൻ്റെ ഉമ്മിക്ക് വേറെ ഒന്നും ചെയ്യാനില്ല, അവർക്ക് അവരുടെ കരിയറിനെ പറ്റി ചിന്തിക്കാൻ പറ്റാത്തതുകൊണ്ട് ഇപ്പോൾ അവൾ വെറുതെ ഫ്രീ ആണ്, വീട്ടിലെ കാര്യങ്ങൾ മാത്രം ചെയ്യുന്നുള്ളൂ. പക്ഷെ അങ്ങനെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അങ്ങ് നമ്മൾ നോൺ സ്റ്റോപ്പായിട്ട് അതുപോലെ തന്നെ അങ്ങ് നിൽക്കും. ആ സമയം നമ്മൾ പഠിക്കാനായിട്ട് നിന്ന് നോക്കി എന്തെങ്കിലും ഒരു എഫേർട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കൂടെ നിൽക്കും. ഇപ്പോൾ ബാക്കപ്പായിട്ട് എല്ലാവരും നിൽക്കും. ഇപ്പോൾ എൻ്റെ മദർ ഇൻ ലോ ആണെങ്കിലും എൻ്റെ ഹസ്ബൻഡ് ആണെങ്കിലും എന്നെ സപ്പോർട്ടാണ്. ഞാനിപ്പോൾ പഠിത്തം തുടങ്ങണമെന്നൊരാഗ്രഹം പറഞ്ഞപ്പോൾ അവരും എൻ്റെ മദർ അടക്കം പറഞ്ഞത് ഓക്കെ ചെയ്യാം, എനിക്ക് അങ്ങനെ ഒരു യാതൊരു കുഴപ്പമില്ല, ഫിനാൻസ് ആയിട്ടുള്ള എന്ത് സപ്പോർട്ടിനും എൻ്റെ ഹസ്ബൻഡും റെഡിയാണ്, എൻ്റെ ഫാദറും റെഡിയായിരുന്നു, എല്ലാം റെഡിയായിരുന്നു. ഓക്കെ, പക്ഷെ നീ നമ്മുടെ പിള്ളേർക്ക് വേണ്ടിയിട്ടൊന്നും അല്ലെങ്കിൽ ഫാമിലിക്ക് വേണ്ടിയിട്ടൊന്നും നമ്മൾ ഓക്കെ വയ്ക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷെ അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ടിയിട്ടും നമ്മൾ ജീവിക്കണം. അവർക്ക് വേണ്ടി മാത്രം ജീവിച്ചിട്ട് നമുക്ക് കാര്യമില്ല. അത് എൻ്റെ ലൈഫിൽ നിന്ന് എനിക്ക് മനസ്സിലായ കാര്യമാണ്. കാരണം അവരുടെ ടൈം പീരീഡിൽ നമ്മൾ അവരുടെ കൂടെ വേണം, പക്ഷെ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ ജീവിതം ജീവിക്കണം.